എല്ലാവർക്കും പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നടന്ന ഒരു എക്സാമിൻ്റെയാണ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ്ട 185/2024 185/2024 10th പ്രിലിമിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെന്താണ് GK പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാം നല്ല അടിപൊളി ചോദ്യങ്ങളാണ്. എന്താണ് നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ വരാവുന്ന തരത്തിലുള്ള കണ്ടന്റുകളാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്ട നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യൻ വായിക്കാം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ എന്താണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട എന്താണ് കുറച്ച് പ്രസ്താവനകൾ അവിടെ നൽകിയിട്ടുണ്ട്. അതിലേതാണ്ട ശരിയായത്. ഓക്കെ, ഏതാണ്ട ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ട 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നാണ്. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ട അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അടുത്ത എന്താണ്ട അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ട കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഓക്കെ, അപ്പോൾ വൈകുണ്ഠസ്വാമി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ ശരിയായതാണ് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ എന്താണ്ട 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. അദ്ദേഹം 1908 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എന്നാണ്ടാ ജനിച്ചത് 1809 മാർച്ച് 12 അദ്ദേഹം ജനിച്ചത്. എന്നാണ് 1809 മാർച്ച് 12 വൈകുണ്ഠസ്വാമി ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? സോമിത്തോപ്പ്, കന്യാകുമാരി. ഓക്കെ, കന്യാകുമാരി ജില്ലയിലെ സോമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ എന്താണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജനിച്ചത് എന്താണ് 1809 മാർച്ച് 12 കന്യാകുമാരിയിലെ സോമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വൈകുണ്ഠസ്വാമി ജനിച്ചത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അദ്ദേഹത്തിൻ്റെ എന്താണ് വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ എന്താണ്ട അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അപ്പോൾ അരുൾനൂൽ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതും ശരിയാണ്. ഓക്കെ, അരുൾനൂൽ എന്താണ് അദ്ദേഹത്തിൻ്റെ രചനയാണ്. അടുത്ത നാലാമത്തെ എന്താണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അത് ശരിയാണ്. ഓക്കെ, നമ്മുടെ വൈകുണ്ഠസ്വാമി എന്താണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. വെറും കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമുണ്ട്. എന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ? നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ആരാണ്ട വൈകുണ്ഠസ്വാമിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ശരിയുണ്ടോ? 2, 3, 4 ശരിയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. ഏതൊക്കെയുണ്ട്? 2, 3, 4 ശരിയായിട്ട് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്താണ് അദ്ദേഹം ജനിച്ചത് 1809 എന്താണ് മാർച്ച് 12 അദ്ദേഹം ജനിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത കേരള ഹിസ്റ്ററിയിലെ ഒരു ചോദ്യമാണ്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറച്ചേ കലാപത്തെ പറ്റി താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ നമ്മൾ ആ തെറ്റായത് വരെ കേട്ടോ. ഓക്കെ, നമ്മളത് മാറിപ്പോലും നമുക്ക് തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. വായിക്കാൻ വരുന്നതായിട്ട് കലാപം നടന്നത് 1812 അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു. അടുത്തത് കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ട വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ കുറച്ച് കലാപവുമായി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻ കയറി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. കലാപം നടന്നത് 1812 ഓക്കെ, അപ്പോൾ എന്താണ് കലാപം നടന്നത് 1812 അത് ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം കുറച്ച് കലാപം നടന്നത് എന്താണ്ട് 1812 തന്നെയാണ്. അടുത്ത എന്താണ്ട കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. ആണോ? രാമനമ്പിയാണോ നിയോഗിച്ചത്? നമ്മൾ പഠിച്ചിട്ടില്ലേ കുറച്ച് കലാപത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? അത് രാമനമ്പിയാണ്. ഓക്കെ, രാമനമ്പിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് രാമനമ്പിയെ എന്താണ് കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരാണ് നിയമിച്ചതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ തെറ്റാണ്. കാരണം രാമനമ്പിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് കുറച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത് കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു.
ഓക്കെ. അപ്പോൾ കുറിച്യ കലാപത്തിൽ നമ്മൾ എവിടെയെങ്കിലും പാലിയത്തച്ഛനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പാലിയത്തച്ഛൻ എവിടെയുണ്ടാ? കൊച്ചിയിൽ എന്താണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് പാലിയത്തച്ഛൻ. നമ്മൾ വേലുത്തമ്പി ദളവ പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് കൊച്ചിയിൽ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കലാപത്തിൻ്റെ പ്രധാന നേതാവ് ആരെന്ന് നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ആരാണ്? നമ്മുടെ രാമൻ എം പി. ഓക്കെ. അപ്പോൾ കലാപത്തിൻ്റെ പ്രധാന നേതാവ് പാലിയത്തച്ഛനല്ല. ഓക്കെ. അപ്പോൾ അതും തെറ്റാണ്. നാലാമത്തെ, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഓക്കെ. അത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. എന്താണ്? നമ്മൾ കുറിച്യ കലാപം പഠിക്കുമ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. എന്താണ്? കുറിച്യ കലാപത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ് എന്താണ്ട? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് കുറിച്യ കലാപകാരികൾ ഉയർത്തിയ മുദ്രാവാക്യമാണ്. അപ്പോൾ ഏതാണ്ട 1, 4 ശരിയാണ്. നമ്മൾ 2, 3 പ്രസ്താവനകളാണ് തെറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്ട? തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന. അപ്പോൾ ഏതുണ്ടോ 2, 3 വരുന്നത്? എ വരില്ല, ബി വരില്ല. ഓക്കെ. സി. ഏതാണ്? സി. ഇവിടുത്തെ ആൻസർ ഏതാണ്ട്? സി. ഓക്കെ. നമുക്ക് അടുത്ത നേരെ എന്താണ്? അടുത്തൊരു നമ്മുടെ നൊബേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. 2024. നമ്മൾ 2025 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും 2024 പഠിച്ചു വച്ചിരിക്കണം. കാരണം എന്താണ്? ചോദിക്കും. അപ്പോൾ 2024 നൊബേലാണ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻഗാങ്ങിനെ കുറിച്ച്. അപ്പോൾ 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരുണ്ട്? ഹാൻഗാങ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്താണ് പ്രസ്താവനകളിൽ ശരിയായത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായത്? വരയിട്ടു. അത് നിങ്ങൾ എപ്പോഴും നോക്കിയോളണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ ശരിയായ പ്രസ്താവനയാണോ കണ്ടെത്തേണ്ടത്, തെറ്റായതാണോ കണ്ടെത്തേണ്ടത് നമ്മൾ നോക്കണം. അപ്പോൾ എന്താണ്? ഒരു അടിവരയിട്ട് വെച്ചാൽ മതി, മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. അടുത്ത, സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചു. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ്? 4 സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. സാഹിത്യ നോവൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ടാ? ശരിയാണ്. കാരണം ഹാൻഗാങ് ആരാണ്ടാ? നമ്മുടെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ എന്താണ്? വനിതയാണ് ഹാൻഗാങ്. അടുത്തെന്താണ്? സാഹിത്യ നോവൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ശരിയാണ്. സാഹിത്യ നോവൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. അടുത്തെന്താണ്ടാ? ഇത് വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ഓക്കെ. അപ്പോൾ വെജിറ്റേറിയൻ എന്ന നോവലിൽ എന്താണ് അവർക്ക് എന്താണ് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത, ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഓക്കെ. അപ്പോൾ ദി വൈറ്റ് ബുക്ക് എന്താണ്? അവരുടെ ആത്മകഥാപരമായ രചനയാണ്. വെച്ചാൽ അതും ശരിയാണ്. അപ്പോൾ എന്താണ്? നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഏതുകൊണ്ടാ 4 ശരി? ഡി. എല്ലാം ശരി. ഓക്കെ. അപ്പോൾ 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ദക്ഷിണ കൊറിയൻ സ്വദേശിയെ ഹാൻഗാങ്ങും അവരുമായിട്ട് ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെൻറ്റും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? അവരുടെ ഒരു നോവലാണ് എന്താണ്? ദി വെജിറ്റേറിയൻ, മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചു. ദി വൈറ്റ് ബുക്ക് എന്താണ്? അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 2024 പറഞ്ഞത്. ഇവിടെ 2025 എന്താണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്ട? 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് ലാസ്ലോ ക്രാസ്ന ഹോർക്കായ്. ഓക്കെ. അപ്പോൾ 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്ട? ലാസ്ലോ ക്രാസ്ന ഹോർക്കോയ്. അപ്പോൾ എന്താണ്? ലാസ്ലോ ക്രാസ്ന ഹോർക്കോയ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്ട? അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഹംഗറിക്കാരനാണ്. അദ്ദേഹം എന്താണ്ട? ഹംഗറിക്കാരനാണ്. അദ്ദേഹം എന്താണ്? ഹംഗറിക്കാരനാണ്. ഓക്കെ. നമുക്ക് എന്താണ്ട അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ എന്താണ്? നമ്മൾ 3 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താണ്ട? അടുത്ത ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. താഴെ പറയുന്നവർ ശരിയായ ജോഡി. ഓക്കെ. നമുക്ക് ശരിയായ ജോഡി കണ്ടെത്തണം. നമ്മളൊരു അടിവര ഇട്ടു കേട്ടോ. ശരിയായ ജോഡിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എന്താണ്? ഒന്നാമത്തെ, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഓക്കെ. അപ്പോൾ INC ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? വെരി സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ. നമ്മൾ സ്കൂൾ ടെസ്റ്റിലൊക്കെ മെൻഷൻ ചെയ്തു പോകുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ശരിയായ ജോഡിയാണ്. ഒന്നത് എന്താണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണ്. 1885 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. ശരിയാണ്. 1907 തന്നെയാണ് എന്താണ്? സൂററ്റ് പിളർപ്പോടെ എന്താണ്? കോൺഗ്രസ് പിളർന്നത്. എന്താണ്? മിതവാദി, തീവ്രവാദി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതിന്. അപ്പോൾ എന്നാൽ പിളർപ്പുണ്ടായെന്നാണ് 1907 16 ലക്നൗ സമ്മേളനത്തിൽ വീണ്ടും എന്താണ്? അവർ വീണ്ടും ഉടമ്പടിയിലേക്ക് ഒപ്പിട്ട് വീണ്ടും വരുന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. അടുത്ത എന്താണ്ട? 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. അന്നാണോ? 34 സമ്മേളനത്തിലാണോ ഗാന്ധിജി കോൺഗ്രസ് INC പ്രസിഡൻ്റ് ആയത്? അല്ല. എന്നാണ്ട? അത്
അതെന്താണ്? അത് 1924 ബെൽഗാമിലാണ്. ഓക്കെ, ബെൽഗാമാണ്. ബെൽഗാം എവിടെയാണ്? കർണാടകയിലാണ്. ബെൽഗാം എവിടെയാണ്? കർണാടകയിലാണ്. അപ്പം മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ജോഡി തെറ്റാണ്. ഓക്കെ, അടുത്തെന്താണ്? 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. 29 ലാഹോർ സമ്മേളനം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 29 ലാഹോർ സമ്മേളനത്തിൽ നമ്മുടെ നെഹ്റു INC പ്രസിഡന്റ് ആയതും പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയമൊക്കെ പാസ്സാക്കപ്പെട്ടതെന്നാണ് 29 ലാഹോർ സമ്മേളനത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മളെ മൂന്നാമത്തെ ജോഡി തെറ്റാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ശരിയാണ്? 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ ആണ്. അപ്പോൾ 1, 2, 4 ശരി. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ്. ഗാന്ധിജി INC പ്രസിഡന്റ് ആയത് 24 ബെൽഗാം സമ്മേളനം. ബെൽഗാം എവിടെയാണ്? കർണാടകയിലുമാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നേരെ വീണ്ടും എന്താണ്? എന്ത് ചോദ്യമാണ്? ഒരു കറണ്ട് അഫെയറായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്താണ്? നമ്മളെ ബ്രിക്സിൻ്റെ ചോദ്യമാണ്. ഏതാണ്? നമ്മളെ ബ്രിക്സ്. ഓക്കെ, ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം വായിക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായതാണ്. ഓക്കെ, ഒന്നാമത്തെ വായിക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ഓക്കെ, 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ഓക്കെ, കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്? നമുക്ക് നോക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അപ്പോൾ എന്താണ്ട നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 16 ഉച്ചകോടി എവിടെയുണ്ട്? കസാനിൽ തന്നെയാണ് നടന്നത്. 16ാം ഉച്ചകോടി. അപ്പോൾ എന്താണ്? 2024 16ാമത് ഉച്ചകോടി കസ്വാനിൽ നടന്നു. കസ്വാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ചൈനയിലാണോ കസ്വാൻ? കസ്വാൻ ചൈനയിലല്ല. എവിടെയാണ് കസ്വാൻ? എവിടെയുണ്ടാ? കസ്വാൻ റഷ്യയിലാണ്. അടുത്ത, ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ, ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തെറ്റാണ്. അതായത് ബ്രിക്സിന് എന്താണ്ട സ്ഥിരമായിട്ടൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. നമുക്ക് ബ്രിക്സ് പഠിക്കുമ്പോൾ എന്താണ്? നമ്മൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇല്ലേ, അതിൻ്റെ ആസ്ഥാനം പഠിച്ചു വെച്ചാൽ എവിടെയാണ്? ഷാങ്കായ് ചൈനയാണ്. എവിടെയാണ്? ഷാങ്കായ് ചൈന. അതായത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് NDBയുടെ ആസ്ഥാനം ഷാങ്കായ് ചൈനയാണ്. ബ്രിക്സിന് എന്താണ്? ഒരു സ്ഥിരമായിട്ടുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. അപ്പോൾ എന്താണ്? ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി അല്ല. അടുത്തെന്താണ്? ബ്രിക്സ് 2009 രൂപം കൊണ്ടത്. ബ്രിക്സ് 2009 രൂപം കൊണ്ടത്. ഓക്കെ, അതെന്താണ്ട? അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 16 ഉച്ചകോടി എവിടെയാണ്? ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? കസ്വാനിലാണ് നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോൾ എന്താണ്? 1ഉം 4ഉം ശരി. അപ്പോൾ ഓപ്ഷനിൽ നോക്കാം. 1, 4 ഏതുണ്ടാ? ഡി ഉണ്ട്. 1ഉം 4ഉം ശരി. അപ്പോൾ അഞ്ചാമത്തിൻ്റെ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വരയിട്ടു. ഞാൻ ശരിയായ പ്രസ്താവനയാണെന്ന് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തത്, ISRO സ്ഥാപിച്ചത് 1998 അടുത്തത്, ഇതിൻ്റെ ആസ്ഥാനം ഡൽഹിയിലെ അന്തരീക്ഷ ഭവനാണ്. അടുത്തത്, ഇതിൻ്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. അടുത്തത്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. നമ്മളെ VSSC അല്ലേ, അത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ISRO സ്ഥാപിച്ചത് 1998 എന്നാണ് പറയുന്നത്. 1998 ISRO? തെറ്റാണ്. ISRO എന്നാണ് 1969 ഓഗസ്റ്റ് 15 ISRO രൂപം കൊണ്ടത്. അടുത്ത, ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണോ? അന്തരീക്ഷ ഭവൻ തന്നെയാണ് ISRO ആസ്ഥാനം അറിയപ്പെടുന്നത്. പക്ഷേ അത് കൽക്കത്തയിലല്ല, അത് എവിടെയാണ്? നമ്മളെ ബംഗളൂരുവിലാണ്. ഓക്കെ, നമ്മളെ ബംഗളൂരുവിലാണ് ISRO ആസ്ഥാനം, അതായത് അന്തരീക്ഷ ഭവൻ. കൽക്കത്തയിലല്ല. ഇതിൻ്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ഓക്കെ, ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായി ആയിരുന്നു. അടുത്തത് എന്താണ്ട? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ VSSC എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏതാണ്ട ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മളെ 3ഉം 4ഉം എന്താണ്ട? ശരിയാണ്. അപ്പോൾ 3ഉം 4ഉം ഓപ്ഷനിൽ ഏത് വരും? അപ്പോൾ ആറാമത്തെ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ ബി ആണ്. അടുത്ത എന്താണ്? അടുത്ത ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട അല്ലമീൻ പത്രത്തെ പറ്റിയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച ഏത് പത്രം? അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ശരിയായത് കണ്ടെത്തണം. ശരിയായത് നമുക്കെന്താ? 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 4 വായിക്കാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഏതാണ്? അല്ലമീൻ ആരംഭിച്ചതെന്ന് പറയുന്നു. അടുത്തത്, 924 ഒക്ടോബർ 12 ആരംഭിച്ചത്. അടുത്തത്, 939 ബ്രിട്ടീഷ് സർക്കാർ ഈ പത്രം നിരോധിച്ചു എന്ന് പറയുന്നു. അടുത്ത, പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലാണെന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണോ അല്ലമീൻ സ്ഥാപിച്ച അല്ലമീൻ പത്രം? അല്ലമീൻ ശരിയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച പത്രമാണ് അൽ അമീൻ. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, അവിടെ ഇത് ആരംഭിച്ചത് എന്നാണ് നൽകിയിരിക്കുന്നത്? 924 ഒക്ടോബർ 12. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ശരിയാണ്. അതായത് അല്ലമീൻ പത്രം സ്ഥാപിച്ചത് 924 ഒക്ടോബർ 12-നാണ്. അടുത്തെന്താണ്? 39-ൽ ബ്രിട്ടീഷ് സർക്കാർ ഈ പത്രം നിരോധിച്ചു എന്ന് പറയുന്നു. അതും ശരിയാണ്. 39-ൽ എന്താണ്? നമ്മുടെ അല്ലമീൻ പത്രം എന്താണ്? ബ്രിട്ടീഷ് ഭരണകൂടം നിരോധിച്ചു. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ട? പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിൽ നിന്നാണ്. താനൂർ. അവിടെ അത് ശരിയാണോ? താനൂരാണോ? താനൂർ എവിടെയാണ്? മലപ്പുറമാണ്. താനൂർ മലപ്പുറമാണ്. എന്നാൽ നമ്മുടെ അല്ലമീൻ പത്രം ഏതാണ്ട? കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്, കാലിക്കറ്റ് കേന്ദ്രീകരിച്ചാണ് പത്രം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പത്രത്തിൻ്റെ എന്താണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്? കാലിക്കറ്റ്, കോഴിക്കോടാണ്. അപ്പോൾ താനൂർ എന്നാണ് നൽകിയിരിക്കുന്നത്. താനൂർ എവിടെയുണ്ട്? അത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മുടെ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ 7ാമത്തെ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ തന്നെ കിടപ്പുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത എന്താണ്ട് ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡിയാണ്. തെറ്റായത് കണ്ടെത്തണം. തെറ്റായത്. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് ലഭിച്ചു. ഓക്കെ, ഇതെന്താണ്? 2024 ബേസ് ചെയ്താണ് കേട്ടോ ചോദിച്ചത്. 2024 എക്സാമാണ്. 2024 സാഹിത്യ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് ലഭിച്ചു എന്ന് പറയുന്നു. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിനാണ് ലഭിച്ചു. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഓടക്കുഴൽ പുരസ്കാരം D വിനയചന്ദ്രൻ. അപ്പോൾ എന്താണ്? നമുക്ക് തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. തെറ്റായ ജോഡി. അപ്പോൾ ആദ്യത്തെ എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരം. അവിടെ 2024 എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരം? 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്ട? NS മാധവനാണ്. അത് ശരിയായ ജോഡിയാണ്. അടുത്തെന്താണ്? വയലാർ അവാർഡ്. വയലാർ അവാർഡ് 2024 എത്രാമത്തെ വയലാർ അവാർഡ്? 48ാമത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 32, വയലാർ അവാർഡ് 48. അപ്പോൾ വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന് ലഭിച്ചെന്ന് പറയുന്നു. അതും ശരിയാണ്ട്രാ. ഓക്കെ, അപ്പോൾ 2024 48ാമത് വയലാർ അവാർഡ് ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ്. അടുത്ത കേരള ജ്യോതി പുരസ്കാരം 2024 കേരള ജ്യോതി പുരസ്കാരം നമ്മുടെ MK സാനുവിന് ലഭിച്ചെന്ന് പറയുന്നു. ഓക്കെ, ശരിയാണ്. MK സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം. അടുത്ത ഓടക്കുഴൽ പുരസ്കാരം D വിനയചന്ദ്രന് ലഭിച്ചു എന്ന് പറയുന്നു. അപ്പോൾ 2024 ഓടക്കുഴൽ പുരസ്കാരം വിനയചന്ദ്രനാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത് 2024? അത് അരവിന്ദാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. ആർക്കാണ് കിട്ടിയത്? അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് ലഭിച്ചത്. 2024 എത്രാമതാണ് ലഭിച്ചത്? 54ാമത്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലാണ് കേട്ടോ. ഗോപ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചത്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ എന്താണ്? നമ്മളിതിൽ ഏതാണ് തെറ്റ്? 4ാമത്തെ ജോഡിയാണ് തെറ്റ്. അപ്പോൾ നമുക്ക് തെറ്റായ ജോഡി ഇതാ ഓപ്ഷൻ D 4 മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ D ആണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കിയെല്ലാം ശരിയായ ജോഡിയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ 2024 32ാമതും വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ 2024 48ാമതുമാണ് ലഭിച്ചത്. അടുത്ത കേരള ജ്യോതി പുരസ്കാരം 2024 MK സാനുവിനാണ് ലഭിച്ചത്. എന്നാൽ ഓടക്കുഴൽ പുരസ്കാരം 2024 54ാമത് ലഭിച്ചത് ആർക്കാണ്? അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. K അരവിന്ദാക്ഷൻ, ഗോപ എന്ന നോവൽ 54ാമത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. അടുത്ത 9ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 9ാമത്തെ വീണ്ടും എന്താണ്ട? ഒരു ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ്? കാലക്രമം അനുസരിച്ച് അതിനെ ഓർഡർ ആക്കുക. അതാണ് ചോദ്യം. ഓക്കെ, എന്താണ്? അതിർത്തി ഗാന്ധിയുടെ മരണം 1ാമത്. 2ാമത് എന്താണ്? മലബാർ കലാപം. അടുത്ത എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. അപ്പോൾ എന്താണ്? ഇത് നമ്മൾ ഓർഡർ ആക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? അതിർത്തി ഗാന്ധിയുടെ മരണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിർത്തി ഗാന്ധിയുടെ മരണം എന്നാണ് നമ്മൾ അതിർത്തി ഗാന്ധിയെ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ മരണപ്പെട്ടത് എന്താണ്ട്? അദ്ദേഹം മരണപ്പെട്ടത് 1928-ലാണ്. ഓക്കെ, മലബാർ കലാപം എന്താണ്? 1921. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടത് എന്താണ്? 1964. അപ്പോൾ വർഷങ്ങളെല്ലാം കിട്ടി. അതിർത്തി ഗാന്ധി 88, 21 മലബാർ കലാപം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, നെഹ്റു മരണപ്പെട്ടത് 1964. അപ്പോൾ നമ്മളെന്താണ്? ഇതിന് ഓർഡർ ആക്കുക. അപ്പോൾ ആദ്യം നടന്ന ഏതാണ്ട? ആദ്യം നടന്ന എന്താണ്? മലബാർ കലാപം ആദ്യം വരണം. ഓക്കെ, അത് കഴിഞ്ഞ് ഏത് വരണം? ക്ഷേത്രപ്രവേശന വിളംബരം അതിനുശേഷം വരണം. അപ്പോൾ 2, 3 തുടങ്ങുന്ന ഏതുണ്ട്?
അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നെ കിട്ടും. അപ്പോൾ 2, 3 നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ആദ്യം മലബാർ കലാപം, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിനുശേഷം അതിർത്തി ഗാന്ധിയുടെ മരണം. ഓക്കെ, അപ്പോൾ നമ്മൾ 9ാമത്തെ ചോദ്യം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ശരിയായത് കണ്ടെത്തണം. ഓക്കെ, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 അപ്പോൾ കൊച്ചി മെട്രോ എന്നാണ് 2017 ജൂൺ 17 ഉദ്ഘാടനം ചെയ്തതെന്ന് പറയുന്നു. അടുത്ത എന്താണ്? KMRL, നമ്മുടെ KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയുടെ 18ാമത്തെ മെട്രോ റെയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത് 2017 ജൂൺ 17 ശരിയാണ്. അതായത് കൊച്ചി മെട്രോ എന്നാണ് ഉദ്ഘാടനം ചെയ്ത് 2017 ജൂൺ 17 ശരിയാണ്. അത് ശരിയാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല. ഓക്കെ, KMRL തന്നെയാണ്. അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് എന്താണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ, അതും ശരിയാണ്. എന്നാൽ അടുത്ത് നോക്കടാ, ഇന്ത്യയിലെ 18ാമത്തെ റെയിൽ പദ്ധതി എന്നാണ് പറയുന്നത്. മെട്രോ റെയിൽ പദ്ധതി 18ാമത് അല്ല, ഇന്ത്യയുടെ എത്രാമത്തെ ഉണ്ടാ? ഇന്ത്യയുടെ 9ാമതാണ്. ഇന്ത്യയുടെ 9ാമതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 9ാമതാണ്. അപ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ എന്താണ് 9ാമത് മെട്രോ റെയിൽ പദ്ധതിയാണ് കൊച്ചി. അപ്പോൾ എന്താണ്? 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് 1, 2, 3 ശരി. അപ്പോൾ 1, 2, 3 ശരി. അതുകൊണ്ട് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത നോക്കാം. കേബിൾ ലഞ്ചാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നമ്മുടെ ഒഴുകുന്ന ദേശീയ ഉദ്യാനം എന്നൊക്കെ പറയുന്ന കേബിൾ ലഞ്ചാവോ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരാണോ, മേഘാലയാണോ, ത്രിപുരയാണോ, നാഗാലാൻഡാണോ? എവിടെയാണ് കേബിൾ ലഞ്ചാവോ? എവിടെയാണ് കേബിൾ ലഞ്ചാവോ? അത് നമ്മുടെ മണിപ്പൂരാണ്. ഓക്കെ, അത് എത്ര തവണ PC ചോദിച്ചെന്ന് അറിഞ്ഞുകൂടാ, ഒരുപാട് തവണ റിപ്പീറ്റ് ആയ ചോദ്യമാണ്. കേബിൾ ലഞ്ചാവോ എവിടെയാണ്? മണിപ്പൂരാണ്. അടുത്തൊരു കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യമാണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം സംവിധാനം നടപ്പാക്കിയ നഗരം? ഓക്കെ, അപ്പോൾ നഗര ഗാർഹിക അവശിഷ്ടങ്ങളല്ലേ, അതിൽ നിന്ന് എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതുവഴി എന്താണ് ഒരു നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കി ഇന്ത്യയിലെ നഗരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അഹമ്മദാബാദ് ആണോ, ജയ്പൂരാണോ, വഡോദരയാണോ, സൂററ്റാണോ? ഏത് നഗരമാണ്ടാ? അതായത് ഒരു എന്താണ് വേസ്റ്റ് മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് എന്താണ് നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കിയത് ഏത് നഗരമാണ്? അത് നമ്മുടെ അഹമ്മദാബാദാണ്. എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. 13ാമത്തെ ചോദ്യം നോക്കാം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. അപ്പോൾ ജൂൺ മാസം തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. സയ്യദാണോ, അതോ മൺസൂൺ ആണോ, റാബി ആണോ, ഖാരിഫാണോ? ഏതാണ്? ജൂണിൽ തുടങ്ങി സെപ്റ്റംബറിൽ അവസാനിക്കുന്ന. ഇതും എന്താണെന്നോ, ഇത് എത്ര തവണ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കേബിൾ ലഞ്ചാവേ കണക്ക് ഒരുപാട് തവണ ചോദിച്ചാണ് നമ്മളെ. ഖാരിബ്, റാബി, സെയ്ദ് ഈ 3 വിളകൾ എന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്ടാ 13ാമത്തെ ആൻസർ? ഏതാണ്ടാ? ഓപ്ഷൻ ഡി, ഖാരിഫാണ്. ഏതാണ്ടാ? ഖാരിഫാണ്. ഓക്കെ, പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? പരുത്തിയുണ്ട്, നിലക്കടലയുണ്ട്, നെല്ലുണ്ട്, ചോളമുണ്ട്, ചണമുണ്ട്, കരിമ്പ്, സോയാബീൻ, മഞ്ഞൾ, പിന്നെന്താണ്? തിനവിളകൾ. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് പ്രധാന ഖാരിഫ് വിളകൾ. എന്താണ്? പരുത്തി, നിലക്കടല, നെല്ല്, ചോളം, ചണം, കരിമ്പ്, സോയാബീൻ, മഞ്ഞൾ, തിന. ഇതൊക്കെയാണ് എന്താണ് പ്രധാന ഖാരിഫ് വിളകൾ. ഓക്കെ, അത് 14ാമത്തെ ചോദ്യമാണ്. അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ആരവല്ലി, സഹ്യാദ്രി, ഏലമല കുന്നുകൾ, നീലഗിരി കുന്നുകൾ. അപ്പോൾ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്ടാ? ആരവല്ലിയാണോ, സഹ്യാദ്രിയാണോ, ഏലമല കുന്നുകളാണോ, നീലഗിരി കുന്നുകളാണോ? ഏതാണ് അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണം? ഏതാണ്? നമ്മുടെ ആരവല്ലി പർവ്വതനിരകളാണ്. ഓക്കെ, നമ്മുടെ ആരവല്ലി പർവ്വതനിരയാണ് എന്താണ് ഒരു അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ്. അടുത്തത്, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. അപ്പോൾ ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി എന്താണ് ഉണ്ടായ ഒരു മണ്ണിനം. ഇതെന്താണ്? ഇത് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിച്ചാൽ ആ പ്രിലിംസിൽ എന്താണ് അത്യാവശ്യം എന്താണ് കുട്ടികളെ അത്യാവശ്യം കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് ഓപ്ഷൻ വായിക്കാം. പർവ്വത മണ്ണാണോ, ചുവന്ന മണ്ണാണോ, എക്കൽ മണ്ണാണോ, കരിമണ്ണാണോ? ക്രിസ്റ്റൽ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണ് ഏതാണ്? അത് നമ്മുടെ ചുമന്ന മണ്ണാണ്. റെഡ് സോയിലാണ്
ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, അതായത് നമ്മുടെ ചെമ്പ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഉത്തർപ്രദേശാണോ, മധ്യപ്രദേശാണോ, കർണാടകമാണോ, പശ്ചിമ ബംഗാളാണോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താണ്ട ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ എന്താണ്ട ചെമ്പ് നിക്ഷേപം ഉള്ളത്. നമുക്ക് അടുത്തത് നോക്കാം. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം, അതായത് കൽക്കരിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പീറ്റ് ആണോ, ലിഗ്നൈറ്റ് ആണോ, ബിറ്റുമിനസ് ആണോ, ആന്ത്രസൈറ്റ് ആണോ? ഇതിൽ ഏതാണ്ടാ കൽക്കരി ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ളത്, അതായത് കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ് ആണ്. ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ് ആണ്. പിറ്റിൽ എത്ര ഉണ്ടാ? പിറ്റിൽ 60% കാർബണാണ് ഉള്ളത്. പിറ്റിൽ എത്രയാണ്? 60%. പിറ്റിൽ എത്രയാണ്? 60% കാർബണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിഗ്നൈറ്റിലാണെങ്കിലോ, ലിഗ്നൈറ്റിൽ എന്താണ് 60 മുതൽ 70% വരെ. ലിഗ്നൈറ്റിൽ 60 മുതൽ 70%. വിറ്റമിനസ് ആണെങ്കിൽ എന്താണ്ട 70 മുതൽ 90%. വിറ്റമിനസിൽ 70 മുതൽ 90%. ആന്ത്രസൈറ്റിൽ എന്താണ്ട 95% മേലെ കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാൽക്കരിയിലെ ഏറ്റവും ഉന്നതമായ വകഭേദം ഏതാണ്ട ആന്ത്രസൈറ്റ് ആണ്. അതിൽ 95%-ലധികം എന്താണ് കാർബണാണ്. ഓക്കെ, സെറ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 18ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവിടെ മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. അപ്പം മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിച്ചേക്കുന്നത്. ജാർഖണ്ഡാണോ, ഒഡീഷയാണോ, തമിഴ്നാടാണോ, അത് തെലുങ്കാനയാണോ? ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ആദ്യമേ മേൽക്കൂര മഴവെള്ള സംഭരണം നിയമം മൂലം നടപ്പിലാക്കിയത്? അത് ഏതാണ്ടാ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. ഓക്കെ, തമിഴ്നാട്. അടുത്ത മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്താണ്ട? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്താണ്? ഇതും എന്താണ് നമ്മുടെ പ്രിലിം സിലബസിൽ നിന്ന് പുറത്തുനിന്ന് ചോദിച്ച ചോദ്യമാണ്. വേൾഡ് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട റാങ്ക് മേക്കിംഗ് ആയിരുന്നു. ഏതാണ്ട മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന ഏതാണ്? മിൽപ്പയാണ്. ഓപ്ഷൻ എ മിൽപ്പയാണ്. അടുത്ത 20ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം എന്തു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എന്താണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം. അടുത്ത എന്താണ്ട പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം. അടുത്ത എന്താണ്? യമുന നദിയിലെ രാസമലിനീകരണം തടയൽ. അടുത്തെന്താണ്? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയൽ. ഓക്കെ, അപ്പോൾ എന്താണ് ചിപ്കോ പ്രസ്ഥാനം ഇതിൽ ഏതാണ്ട ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണമാണോ? അല്ല. പിന്നെന്താണ്? പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്രാമകളുടെ സംരക്ഷണമാണോ? അല്ല. യമുന നദിയിലെ രാസമലിനീകരണം തടയലും അല്ല. അപ്പോൾ എന്താണ്ട ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ സ്തൂപികാകൃതിയില്ലേ ഇതാണ് സ്തൂപികാകൃതിയിലുള്ള മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. നമുക്കറിയാം ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം, പരിസ്ഥിതി സംരക്ഷണം ബന്ധപ്പെട്ടത്. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യം, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നീട് 1957 കേരള സർവകലാശാലയായി മാറി. അപ്പോൾ ചോദ്യം എന്താണ്? തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് രൂപം കൊണ്ടത്. എന്നാണ് നമ്മുടെ 37ആണോ, 936ആണോ, 930ആണോ, 935ആണോ? തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ് നമ്മുടെ 37ലാണ്. 37ലാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക? ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ഉയർത്തിയത്? ചമ്പാരൻ സത്യാഗ്രഹമാണോ, ഉപ്പ് സത്യാഗ്രഹമാണോ, അതോ ക്വിറ്റ് ഇന്ത്യ സമരമാണോ, അതോ നിസ്സഹകരണ സമരമാണോ? ഏത് സമരകാലത്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ഉയർത്തിയത്? ഏത് സമരകാലത്താണ്ടാ? ഏതാണ്? ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത, അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതിയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ വായിക്കാം. ദേവദശകം, വേദാധികാര നിരൂപണം, നവമഞ്ജരി, ദർശനമാല. അപ്പോൾ ഇതിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് നോക്കാം. ദേവദശകം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്ടാ. ഓക്കെ, നവമഞ്ജരി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്.
ദർശനമാല അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. വേദാധികാര നിരൂപണം അദ്ദേഹത്തിൻ്റെ കൃതിയല്ല. ഓക്കെ, അതാരുടെയാണ്? അത് ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണം. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്ടാ? വേദാധികാര നിരൂപണം. അത് ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ്. അടുത്ത് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ എന്താണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം? നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 ആരുടെമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് നവംബർ 11? അതായത് നമ്മുടെ ഈ പറയുന്ന ഏതോ ഒരാളുടെ ജന്മദിനമാണ് നമ്മൾ എന്താണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബുൽ കലാം ആസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ആരുടെ ജന്മദിനം കൊണ്ടാണ് നമ്മളെ രാജ്യം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരാണ്? നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്ട് ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിക്കാത്ത ആളെയാണ് നമ്മൾ എടുക്കേണ്ടത്. ലഭിക്കാത്ത ആളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ വായിക്കാം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MD വാസുദേവൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പിന്നെന്താണ് ONV കുറുപ്പ്. അപ്പോൾ ഇതിൽ ആർക്കാണ്ട ജ്ഞാനപീഠം ലഭിക്കാത്തത്? ആദ്യം നോക്കാം. അക്കിത്തം അച്യുത നമ്പൂതിരി. ഓക്കെ, അക്കിത്തം അച്യുത നമ്പൂതിരി. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ടോ? അക്കിത്തം അച്യുത നമ്പൂതിരിക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. എന്നാണ്ട 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. അടുത്ത MD വാസുദേവൻ നായർ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് 1995. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്ട് ഓപ്ഷൻ സി. ONV കുറുപ്പിന് എന്നാണ് 2007 ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അക്കിത്ത അച്യുത നമ്പൂതിരിക്ക് 2019, MDക്ക് 95, ONVക്ക് എന്നാണ് 2007 ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്ട് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അടുത്ത, താഴെ പറയുന്നവർ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, രാധാകൃഷ്ണൻ കമ്മീഷൻ, രംഗനാഥ മിശ്ര കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. അപ്പോൾ 4 കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇതിലെന്താണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ടോ? വിദ്യാഭ്യാസ ശരിയാണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ, അടുത്ത എന്താണ്ട? രംഗനാഥ മിശ്ര കമ്മീഷൻ ആണോ? അല്ല, നമ്മുടെ രംഗനാഥ മിശ്ര എന്താണ്ട ഭാഷ ന്യൂനപക്ഷ കമ്മീഷനാണ്. മതഭാഷ ന്യൂനപക്ഷ കമ്മീഷനാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രംഗനാഥ മിശ്ര കമ്മീഷൻ എന്താണ്? വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്തതാണ്. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, കോത്താരി കമ്മീഷൻ എന്താണ്ട? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, മുഖർജി കമ്മീഷൻ. മുഖർജി കമ്മീഷൻ എന്താണ്ട? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അല്ല. എന്നാൽ നമ്മുടെ അടിസ്ഥാന ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, നമ്മുടെ അടിസ്ഥാന ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനാണ്. ഓക്കെ, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയമിച്ചൊരു കമ്മീഷനാണ്. നമ്മുടെ അടിസ്ഥാന ആരോഗ്യം ബന്ധപ്പെട്ടൊരു കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ഏതൊക്കെയുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ? രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. അപ്പോൾ 1ഉം 3ഉമാണ്. അപ്പോൾ 1ഉം 3ഉം ഏതൊരു? ഓപ്ഷൻ എ. 1ഉം 3ഉം. ഓക്കെ, സെറ്റാണ്. അപ്പോൾ 26ാമത്തെ ചോദ്യം സെറ്റാണ്. ഓക്കെ, അടുത്ത ഏതാണ്ടാ? നമുക്ക് അടുത്ത് 27ാമത്തെ ചോദ്യം നോക്കാം. 27ാമത്തെ ചോദ്യം, തേഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയെന്നാണ്. അപ്പോൾ തേഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൈദരാബാദാണോ? അതായത് നമ്മുടെ പഴയ ബോംബെ, ഇന്നത്തെ മുംബൈ ആണോ? ബീഹാർ ആണോ? അതോ ബംഗാളാണോ? എവിടെയുണ്ട് തേഫാഗ സമരം, കർഷക തൊഴിലാളി സമരം? തേഫാഗ എവിടെയുണ്ട്? തേഫാഗ എവിടെയാണ്? നമ്മുടെ ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ തേഫാഗ സമരം എവിടെയാണ്? ബംഗാളിലാണ്. അടുത്ത ഏറ്റവും സിമ്പിൾ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരെന്ന് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണോ? സ്വാമി ദയാനന്ദ സരസ്വതിയാണോ? രാജാറാം മോഹൻ റോയ് ആണോ? സ്വാമി വിവേകാനന്ദനാണോ? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ്ട? അതാണ് നമ്മുടെ 28 ഓപ്ഷൻ സി ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. അപ്പോൾ 28 ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? അപ്പോൾ ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്ക് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ച സ്ഥലം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗോവയാണോ? പോണ്ടിച്ചേരിയാണോ? ചന്ദ്രനഗറാണോ? ട്രാൻഗീബാർ ആണോ? അപ്പോൾ എവിടെയാണ് ഡെൻമാർക്കുകാർ ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചത്? എവിടെയുണ്ടാവും? അപ്പോൾ എവിടെയാണ് ട്രാൻഗീബാർ, ഓപ്ഷൻ ഡി. അപ്പോൾ ട്രാൻഗീബാറിലാണ് നമ്മുടെ ഡെൻമാർക്കുകാർ ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഓക്കെ, താഴെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവ വികാസങ്ങളാണ്, അതിൻ്റെ വർഷമാണ്. അപ്പോൾ ഏതോ ഒന്നിൻ്റെ ഒരു വർഷം തെറ്റാണ്.
ഓക്കെ, നോക്കാം. കുണ്ടറ വിളംബരം 1809 നടന്നു. കുളച്ചൽ യുദ്ധം 1741 നടന്നു. പിന്നെന്താണ്, ആറ്റിങ്ങൽ കലാപം 1721 നടന്നു. അടുത്ത എന്താണ്, കുറിച്യ കലാപം 1810. ഓക്കെ, കുറിച്യ കലാപം 1810 നടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. കാരണം നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെ ഇതിൻ്റെ ആൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് നമ്മളെ കുണ്ടറ വിളംബരം എന്താണ്ട് 1809 നടന്നത്, ശരിയാണ്. അടുത്ത എന്താണ്ട്, കുളച്ചൽ യുദ്ധം എന്താണ്ട് 1741 തന്നെയാണ് നടന്നത്, അതും ശരിയാണ്. ആറ്റിങ്ങൽ കലാപം 1721, അതും ശരിയാണ്. കുറിച്യ കലാപം 1810 അല്ല. കുറിച്യ കലാപം എന്താണ്ട് 1812 നടന്നത്. 1812 നടന്നത്. അപ്പോൾ കുറിച്യ കലാപം എന്താണ്ട് 1812. അപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്ട് ഓപ്ഷൻ ഡി ആണ്. വീണ്ടും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം എന്താ വന്നിട്ടുണ്ട്, നോക്കാം. എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട മൗലിക ചുമതലയാണ്. മൗലിക ചുമതലകൾ, ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് നമ്മുടെ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഞാൻ മാർക്കിട്ട് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് വന്ന നമ്മുടെ 50 വന്ന ഭരണഘടനയിൽ എന്താണ് മൗലിക ചുമതലകൾ ഇല്ല എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തെന്താണ്ട, സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അടുത്ത എന്താണ്ട, 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ 31ാമത്തെ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വഴി നോക്കാം. ഒന്നാമതെന്താണ്ട, 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. ശരിയാണ്. ഓക്കെ, 50 വന്ന ഭരണഘടനയിൽ എന്താണ് നമ്മുടെ മൗലിക ചുമതലകൾ ഇല്ലായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തെന്താണ്, സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതല വന്നത്. സർക്കാരിയ കമ്മീഷൻ ആണോ? തെറ്റ്. ഓക്കെ, സർക്കാരിയ കമ്മീഷൻ അല്ല, ഏതാണ്ട് സ്വരൻ സിംഗ് കമ്മീഷൻ, നമുക്കറിയാം സ്വരൻ സിംഗ് കമ്മീഷൻ. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ എന്താണ്ട, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. നമ്മുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഏത് കമ്മീഷൻ്റെ, സ്വരൻ സിംഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. 1976 42ാം ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ 31ാമത്തേൽ നമുക്ക് ഏതാണ്ട 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അടുത്തെന്താണ് നമ്മൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നത് ശരിയായത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അടുത്ത, ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ദേശീയ ഗാനമായ എന്താണ് ജനഗണമനയോട് എന്താണ് അതിന് നൽകുന്ന പ്രാധാന്യം എന്തിനാണ്, നമ്മുടെ വന്ദേ മാതരത്തിനും നമ്മുടെ ദേശീയ ഗീതമായി വന്ദേ മാതരത്തിനും നൽകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണോ ഇത് രചിച്ചത്? ശരിയാണ്. ദേശീയ ഗീതമായി വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിച്ചു എന്ന് പറയുന്നത്. ഹിന്ദി ഭാഷയിലാണോ? അല്ല. ഓക്കെ, ബംഗാളിയാണ്. അപ്പോൾ എന്താണ്, ബംഗാളിയാണ്. ഓക്കെ, അത് തെറ്റാണ്. അടുത്തെന്താണ്, ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഏതാണ്ട അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 1ഉം 3ഉമാണ് ശരി. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഏതുകൊണ്ട് എ വരില്ല, ബി വരില്ല, സി വരില്ല, ഡി. 1ഉം 3ഉം ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ 32ാമത്തെ ക്വസ്റ്റ്യനും നോക്കി. അടുത്ത 33 നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് നമുക്ക് നോക്കേണ്ടത്. ശരിയായത് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. 93 എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. അപ്പോൾ 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നു എന്ന് പറയുന്നു. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അടുത്തെന്താണ്ട, 93 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് പറയുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സെന്ന് പറയുന്നു. 93 എന്താണ്ട, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണോ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ശരിയാണ്. 93 ആക്ട് പ്രകാരമാണ് വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
എന്താണ് അത് ശരിയാണ്. ഓക്കെ, അത് ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്ട 93 ഡിസംബർ 10-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്താണ് 93 ഡിസംബർ 10-നാണോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? അല്ല, എന്നാണ്ട് 93 ഒക്ടോബർ 12-നാണ്. 93 ഒക്ടോബർ 12-നാണ്. ഓക്കെ, അപ്പം നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ്ട 93 ഒക്ടോബർ 12-നാണ് വന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത എന്താണ്? ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓക്കെ, ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ശരിയാണ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ്ടോ ശരി? 1 ശരിയാണ്, 2 ശരിയാണ്, പിന്നെ എന്താണ്ട 1ഉം 2ഉം 4 ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം ശരിയായ ഏതുണ്ടോ? ഏതാണ്ട് ഓപ്ഷൻ ബി ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ 33ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. 1ഉം 2ഉം 4ഉം ശരി, 3 തെറ്റാണ്. ഓക്കെ, 3 തെറ്റാണ്. അടുത്തെന്താണ്ട 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത് ആരാണ്? അപ്പോൾ 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ എം കെ സാനു, എസ് സോമനാഥ്. അടുത്തെന്താണ്ട എം കെ സാനു, എൻ എസ് മാധവൻ, എസ് സോമനാഥ് ഭുവനേശ്വരി, എസ് സോമനാഥ് ഷൈജ ബേബി. ഓക്കെ, ഷൈജ ബേബി. അപ്പോൾ ആർക്കാണ്ട ഇതിൽ പറയുന്ന ആർക്കാണ്ട 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ്ട? ഏത് ഓപ്ഷൻ ഏതാണ്ട് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ എസ് സോമനാഥും ഭുവനേശ്വരിയാണ്. എസ് സോമനാഥും ഭുവനേശ്വരിയാണ്. എസ് സോമനാഥും ഭുവനേശ്വരിയാണ്. ഓക്കെ, നമ്മുടെ എസ് സോമനാഥ് എന്താണ്ട നമ്മുടെ അറിയാം ISR മുൻ ISR ചെയർമാനാണ്. ഭുവനേശ്വരി എന്താണ്? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തെന്താണ്? നമ്മുടെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടാണ് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യമാണ്, സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയിരിക്കുന്നത്. നോക്കാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസ് വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത്, അതായത് ഉൾപ്പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഉൾപ്പെടാത്തത് നോക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും എന്താണ് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അപ്പോൾ ഏതാണ്ട വരുന്നത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. 25 മുതൽ 28 പറയുന്നതാണ്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം എന്താണ്ട അതിൽ പെടുന്നത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും എന്താണ് ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്താണ് മതബോധനം നടത്താൻ പാടില്ല, അത് അതിൽ പറയുന്നതാണ്. അടുത്തെന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം. ഓക്കെ, അത് 28 പറയുന്നതാണോ? 25 മുതൽ 28 എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അത് എവിടെയുണ്ട്? നമ്മൾ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ പറയുന്ന കാര്യമാണ് അത്. എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം. അപ്പോൾ 4 വരില്ല. അപ്പോൾ ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചത്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത എന്താണ്? നമ്മളെ ബ്രിക്സ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 ചോദ്യമുണ്ട്. ബ്രിക്സ് പഠിച്ചുകൊണ്ട് പോയ കുട്ടിക്ക് എന്താണ് 2 മാർക്കാണ് അവിടെ അവന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടി 2024 ആണ്. ഓക്കെ, റഷ്യയാണോ, ഇന്ത്യയാണോ, ഇറാനാണോ, സിംഗപ്പൂരാണോ? എവിടെയുണ്ട് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്? എവിടെയുണ്ട്? നമ്മൾ പറഞ്ഞു തന്നെയാണ്. എവിടെയാണ്? റഷ്യയിലെ കസുവാനിലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാ വീണ്ടും കുറിച്ചിലകൾ എത്ര? 3ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടാണ്. കുറിച്ചിലകളായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ശരിയായതാണ് കണ്ടെത്താനുള്ളത്. കുറിച്ചിലകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1812 കുറിച്ചിലകള ഉണ്ടായത്. വയനാട്ടിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. 1812 കുറിച്യ ലഹള എന്താണ് നടന്നത്? ഞാൻ നേരത്തെ 2 ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത എന്താണ്ടാ? വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ശരിയാണോ? കുറിച്യ കുംഭാരാണോ? അല്ല, കുംഭാരല്ല. ആരാണ്ട? കുറുമ്പർ. അതാണ് കുറുമ്പർ. ഓക്കെ, കുറുമ്പർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ വയനാട്ടിലെ കുറിച്യ കുറുമ്പർ വിഭാഗത്തിൽപ്പെട്ടവർ നടത്തിയ ലഹളയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് കുംഭാര എന്ന് പറയുന്ന വിഭാഗം അവിടെ പറയുന്നില്ല.
പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, മൂന്നാമത്തെയും ശരിയാണ്, നാലാമത്തെ ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം 4ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ടാ നമ്മുടെ ഓപ്ഷൻ സി ആണ്. അവിടെ നമ്മൾ ജനവിരുദ്ധ നികുതി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ നികുതി നടപ്പിലാക്കിയ വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്ടാ? തോമസ് വാർഡൻ. തോമസ് വാർഡൻ. ഓക്കെ, അവിടെ നികുതി നടപ്പിലാക്കിയ വ്യക്തിയാണ് തോമസ് വാർഡൻ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്ടാ? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. സംഘമിത്ര, ക്രൈസ്തവ മഹിളാമണി, കേരളീയ സുഗുണബോധിനി, മേരി റാണി. ഏതാണ്ടാ ഇതിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? ഏതാണ് കേരളത്തിലെ ആദ്യ വനിതാ മാസിക? ഏതാണ്? നമ്മുടെ കേരളീയ സുഗുണബോധിനിയാണ്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു പ്രിലിംസിന് എന്തായാലും ചോദിച്ച് വരുന്നുണ്ട്. കുറേ നാളെ ക്വസ്റ്റ്യൻ കാണാനില്ലായിരുന്നു, പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതെന്താണ്? ഇത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നതാണ്, പഠിച്ചു വച്ചോ. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണബോധിനി. കേരളീയ സുഗുണബോധിനി. ഓക്കെ, അടുത്ത 39ാമത്തെ ചോദ്യമാണ്. നമ്മളെ വിവരാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, എന്താണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കിയിരിക്കുന്നത്. എന്താണ് ശരിയായത്? നമ്മുടെ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്താണ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്ന് നോക്കാം. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം, അതായത് പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തെന്താണ്ട? മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതും ശരിയാണ്. മസ്തൂർ അരുണ റോയ്, നമ്മൾ പറഞ്ഞിട്ടുള്ള അരുണ റോയ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് വിവരാവകാശ കമ്മീഷൻ പഠിക്കുമ്പോൾ. ഓക്കെ, 2005 ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. നമ്മുടെ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അപ്പോൾ നമ്മൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ 39ാമത്തെ ആൻസർ ഏതുണ്ടാവും? ഓപ്ഷൻ സി ആണ്. അടുത്തെന്താണ്? ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യമാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതെന്നാണ് പറഞ്ഞേക്കുന്നത്. 2024 വയനാട് ചേലക്കര പാലക്കാട്, പാലക്കാട് വയനാട്, പാലക്കാട് ചേലക്കര. ഓക്കെ, അപ്പോൾ എവിടെയുണ്ട 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്? എവിടെയുണ്ട? നമ്മുടെ പാലക്കാട് ചേലക്കരയാണ്. പാലക്കാട്ടും ചേലക്കരയിലാണ് എന്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായത്. അടുത്ത നമ്മൾ കേരള ജോഗ്രഫി ബന്ധപ്പെട്ട നദികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എളുപ്പ ചോദ്യമാണ്. എന്താണ്ട? കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഇത് നിങ്ങൾ ഓപ്ഷൻ വേണ്ട, അല്ലാതെ നിങ്ങൾക്ക് അറിയുന്നുള്ള ചോദ്യം തന്നെ. പടിഞ്ഞാറോട്ടാണ്, മാറിപ്പോലെ. പടിഞ്ഞാറോട്ട്, കിഴക്കോട്ടല്ല, പടിഞ്ഞാറോട്ട്. 41 ആണോ, 3 ആണോ, 4 ആണോ, 44 ആണോ? ഏതാണ്ട നമ്മുടെ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം? നമ്മുടെ കേരളത്തിൽ മൊത്തം 44 നദികളുണ്ടെന്നും അതിനെ നമ്മൾ എന്താണ്ട 41ഉം 3ഉം ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? 3 എണ്ണം കിഴക്കോട്ട്, അപ്പോൾ 41 എണ്ണം എവിടെ ഉണ്ടാ? പടിഞ്ഞാറോട്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് ജില്ലയാണ്? 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? മലപ്പുറം, പാലക്കാട്, ഇടുക്കി, വയനാട്. ഇതിലേത് സംസ്ഥാനം ഉണ്ടാകും? നമ്മുടെ കർണാടകവും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏതാണ്ട? ഓപ്ഷൻ ഡി വയനാടാണ്. ഓപ്ഷൻ ഡി വയനാടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി നോക്കാം. ഇടുക്കിയാണോ, പള്ളിവാസലാണോ, ചെങ്കുളമാണോ, ഇടമലയാറാണോ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്ട കേരളത്തിലെ? ഓക്കെ, ഏതാണ്ട? നമ്മുടെ പള്ളിവാസലാണ്. ഓപ്ഷൻ ബി പള്ളിവാസൽ. ഏത് പുഴയിലാണ്ട? മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ. 1940 ഇത് വന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ, മുതിരപ്പുഴ നദിയിലാണ്. എന്നാണ് 40 രൂപപ്പെട്ടത്. അടുത്ത എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും നമ്മുടെ റബ്ബർ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണിനുമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ റബ്ബർ കൃഷി കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ്? എക്കൽ മണ്ണാണോ, ചെമ്മണ്ണാണോ, ലാട്രൈറ്റ് മണ്ണാണോ, കറുത്ത മണ്ണാണോ? ഏതാണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ്? നമ്മുടെ ലാട്രൈറ്റ് മണ്ണാണ്. ലാട്രൈറ്റ് മണ്ണ്. അടുത്ത റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്ട? പറമ്പിക്കുളമാണോ, ചെന്തുരുണിയാണോ, മുത്തങ്ങയാണോ,
ആറളമാണോ? ഏതാണ്ട് റെഡ് ഡാറ്റ ബുക്കിൽ കേരളത്തിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ പറമ്പിക്കുളം. ഓപ്ഷൻ എ പറമ്പിക്കുളം. ഓക്കെ, അടുത്ത ചോദ്യം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെന്നാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ബി പണ്ഡിറ്റ് കറുപ്പൻ, സി പള്ളത്തു രാമൻ, പിന്നെ അതാണ്ട വാഗ്ഭടാനന്ദൻ. ഓക്കെ, അപ്പോൾ ആരാണ്ട് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറയുന്നത്, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം മലബാറിലൊക്കെ എന്താണ് വ്യാപിപ്പിച്ച വ്യക്തിയാണ്. ആരാണ്ട് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? നമ്മുടെ വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം ആരാണ്ട്? വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ചോദ്യം, എല്ലാവരും അടിക്കുന്നതാണ്. കേരളത്തിൽ ആകെ ഉള്ള ലോകസഭാ സീറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 20 ആണോ, അത് 21 ആണോ, 19 ആണോ, 22 ആണോ? കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ എത്രയാണ്ട? ഓപ്ഷൻ എ 20 ആണ്. രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? രാജ്യസഭാ സീറ്റ് 29 നമുക്കറിയാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് കേരളത്തിലെ പദവികളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കേരള സംസ്ഥാന എന്താണ് ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, കെ കൃഷ്ണൻകുട്ടിയാണോ, റോഷി അഗസ്റ്റിനാണോ, ജെ ചിഞ്ചുറാണിയാണോ, പി പ്രസാദാണോ? ആരാടാ കേരളത്തിലെ ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്ട? നമ്മുടെ റോഷി അഗസ്റ്റിനാണ്. അതാണ് ഓപ്ഷൻ ബി, റോഷി അഗസ്റ്റിൻ. ഓക്കെ, സെറ്റാണ്. അടുത്തെന്താണ്ട 1956 കേരളം രൂപീകരിച്ചപ്പോൾ, നമ്മുടെ 56 നവംബർ 1 കേരളം രൂപീകരിച്ചപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. 5, 4, 14, 7. എത്ര ജില്ലകൾ ഉണ്ടായിരുന്നടാ നമ്മുടെ 56 നമ്മളെ കേരളം രൂപീകരിച്ചപ്പോൾ? എത്രയുണ്ട്? 5 ജില്ലകളാണ്. ഏതൊക്കെയുണ്ട? 5 ജില്ലകൾ. ഏതൊക്കെയുണ്ട് 5 ജില്ലകൾ? ഒന്ന് നമ്മുടെ മലബാർ ഉണ്ടായിരുന്നു, പിന്നെ ഏതുണ്ടായിരുന്നടാ? തൃശ്ശൂരുണ്ടായിരുന്നു, നമ്മുടെ കോട്ടയം ഉണ്ടായിരുന്നു, പിന്നെ ഏതുണ്ടായിരുന്നു? കൊല്ലം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തിരുവനന്തപുരം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 56 എന്താണ്ട നമ്മുടെ കേരളം രൂപീകൃതമായപ്പോൾ 5 ജില്ലകളുണ്ടായിരുന്നു. മലബാർ, തൃശ്ശൂർ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം. ഓക്കെ, അടുത്ത കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇത് നമുക്ക് ഓപ്ഷൻ വേണ്ട, നിങ്ങൾ എന്താണ് കണ്ണും മുട്ടി അടിക്കുന്ന കാര്യമാണ്. ഓക്കെ, കുമാരഗുരുദേവനാണോ, അയ്യങ്കാളിയാണോ, ചട്ടമ്പി സ്വാമിയാണോ, അത് ശ്രീനാരായണ ഗുരുവാണോ? ആരാണ് അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നടത്തിയത്? ആരാണ്ട? ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. അടുത്ത കേരളത്തിൽ ആദ്യത്തെ എന്താണ്ട റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം? കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷമാണ് 1841 ആണോ, 1851 ആണോ, 1861 ആണോ, 1871 ആണോ? എല്ലാം 111. ഓക്കെ, അപ്പോൾ എന്താണ് കേരളത്തിൽ അത് റെയിൽപാത എന്നാണ് വന്നത്? നമ്മുടെ ഓപ്ഷൻ സി 1861 എന്നാണ്ട മാർച്ച് 12. ഓക്കെ, 1861 മാർച്ച് 12 എവിടെയാണ്? ബേപ്പൂർ ടു തിരൂർ വരെയാണ് വന്നത് നമുക്കറിയാം. ഓക്കെ, അടുത്ത നോക്കാം. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു. അപ്പോൾ പയ്യന്നൂരിൽ നടന്ന എന്താണ് കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ആരെന്നാണ് ചോദ്യം. ഗാന്ധിജി ആയിരുന്നോ, ബാരിസ്റ്റർ ടി പ്രകാശനാണോ, ജവഹർലാൽ നെഹ്റു ആണോ, കെ കേളപ്പനാണോ? ആരാണ്ട പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 52 ഓപ്ഷൻ സി. ഓക്കെ, അടുത്തെന്താണ്ട തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. പുന്നപ്ര വയലാർ സമരമാണോ, നിവർത്തന സമരമാണോ, എന്താണ് മലയാളി മെമ്മോറിയലാണോ, കീഴരിയൂർ ബോംബ് കേസാണോ? നമ്മുടെ തിരുവിതാംകൂറിൽ നടക്കാത്ത രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ്? നമ്മുടെ കീഴരിയൂർ ബോംബ് കേസാണ്. കാരണം എന്താണ്? അത് മലബാറിലാണ് നടന്നത്. നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നടന്ന ഒരു സമരമാണ് എന്താണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ല. അപ്പം 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്ട് ഓപ്ഷൻ ഡി ആണ്. അടുത്തെന്താണ്ട വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. ടി കെ മാധവനാണോ, എ കെ ഗോപാലനാണോ, അതോ മന്നത്ത് പത്മനാഭനാണോ, പി കൃഷ്ണപിള്ളയാണോ? നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരാണ്ട? നമ്മുടെ ടി കെ മാധവനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരാണ്ട? 54ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്ട് ഓപ്ഷൻ എ, ടി കെ മാധവൻ. 1817 ഗൗരി പാർവതി ഫായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, മരുമക്കത്തായത്തിനെതിരെയുള്ള നിയമങ്ങൾ, ഏകീകൃതമായ ശിക്ഷാവിധികൾ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കൽ. അപ്പോൾ ഏതാണ്ട ഗൗരി പാർവതി ഫായ് 1817 നടപ്പിലാക്കിയ
പരിഷ്കാരം ഏതാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. ഓക്കെ, അപ്പോൾ 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച പ്രധാന വിളംബരമാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. ഇതും PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 55ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത 56ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. അതെന്താണ്? നമ്മുടെ കേരള നവോത്ഥാനം ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. നമ്മുടെ യോഗക്ഷേമ സഭ ആരാണ് രൂപീകരിച്ചതെന്ന്? മന്നത്ത് പത്മനാഭനാണോ? ഏതാണ്? VT ഭട്ടതിരിപ്പാടാണോ? വൈകുണ്ഠ സ്വാമികളാണോ? വാഗ്ഭടാനന്ദനാണോ? ആരാണ്ട യോഗക്ഷേമ സഭ രൂപീകരിച്ചത്? യോഗക്ഷേമ സഭ രൂപീകരിച്ച ആരാണ്ട? ഓപ്ഷൻ ബി, VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? അപ്പോൾ 1926 മഞ്ചേരിയിൽ നടന്ന എന്താണ് മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഭരണ പരിഷ്കരണമാണോ? കുടിയാന്മ പ്രശ്നമാണോ? ജനസംഖ്യാ അനുപാത സംവരണമാണോ? ഖിലാഫത്താണോ? ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് അവിടെ? 57 ഓപ്ഷൻ സി ആണ്. ജനസംഖ്യാ സംവരണമാണ് അതിലുൾപ്പെടാത്ത വിഷയം. ഭരണപരിഷ്കാരമുണ്ട്, കുടിയാൻ പ്രശ്നങ്ങളുമുണ്ട്, ഖിലാഫത്ത് പ്രശ്നങ്ങൾ എന്നാണ്. ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് എന്താണ് 20 എന്താണ് മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിലെ പ്രധാന ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഭരണപരിഷ്കരണവും കുടിയാൻ പ്രശ്നവും ഖിലാഫത്തും. അതിൽ ജനസംഖ്യ അനുപാത സംവരണം വരുന്നില്ല. ഓക്കെ, മഞ്ചേരി രാമയ്യറാണ് എന്താണ് ആ രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നത് 1920. അടുത്ത മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അപ്പോൾ മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, അരുണോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, അരുണോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, അപ്പോൾ മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു ആരുടെ ആയിരുന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആരാണ്ട മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു? ആദ്യ നിഘണ്ടു ഏതാണ്ട? ഓപ്ഷൻ ബി ആണ്, അർണോസ് പാതിരിയാണ്. ഓക്കെ, അടുത്ത 1909 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? അപ്പോൾ 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരെന്നാണ് ചോദിച്ചേക്കുന്നത് 1809. ഓക്കെ, ഓപ്ഷൻ എ പഴശ്ശിരാജ, ഓപ്ഷൻ ബി പാലിയത്തച്ചൻ, അടുത്ത ആരാണ്? വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് 1859 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1809 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്ട? ആലപ്പുഴയാണോ, കൊല്ലമാണോ, അതോ വർക്കലയാണോ, പിന്നെ എന്താണ്? ഇവയൊന്നുമല്ല. എവിടെയുണ്ട് നമ്മുടെ ജെയിംസ് ടാറ ആദ്യമായി കയർ ഫാക്ടറി സ്ഥാപിച്ച എവിടെയുണ്ട്? 1859 എവിടെയാണ്? ഓപ്ഷൻ എ ആലപ്പുഴ. നമ്മുടെ ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ഓക്കെ, ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ച എവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്ത ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. ഇത് പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പഴയ 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നതാണ്. 13ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു ബേസിക് സയൻസിൽ. ഓക്കെ, അപ്പോൾ ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഹ്യൂഗോ ഡി വെറിസ്, റേച്ചൽ കഴ്സൺ, വാൾട്ടർ ജി റോസൻ, ഏണസ്റ്റ് ഹെയ്ക്കൽ. ആരാണ്ട ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ്? നമ്മുടെ ഓപ്ഷൻ സി വാൾട്ടർ ജി റോസനാണ്. അടുത്തതാണ്ട അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. പ്ലാസൻറ്റ, അമിനിയോട്ടിക് ദ്രവം, പിന്നെ എന്താണ്? ഗർഭാശയം, പിന്നെ എന്താണ്? പൊക്കിൾ കൊടി. ഓക്കെ, അപ്പോൾ ഇതിൽ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയം. അപ്പോൾ അവരുടെ തമ്മിലുള്ള ബ്ലഡ് മിക്സ് ആവാതെ അവർക്കിടയിൽ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ഓപ്ഷൻ എ പ്ലാസൻ്റയാണ്. ഓക്കെ, ഓപ്ഷൻ എ പ്ലാസൻ്റയാണ്. അടുത്ത ചോദ്യം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതെന്നാണ്. അപ്പോൾ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പാരൻ കൈമയാണോ, കോളൻ കൈമയാണോ, ഫ്ലോയമാണോ, സ്ക്ലീറൻ കൈമയാണോ? ഇതിൽ ഏത് കോശകലയുണ്ടോ, സസ്യകലയുണ്ടോ? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെയും പിന്നെ കട്ടി കൂടിയ തരം കോശങ്ങൾ കാണപ്പെടുന്നത് ഏതാണ്ടാ? നമ്മുടെ ഓപ്ഷൻ
ഡി ആണ്. ഏതാണ്? സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചെറുകുടലിനകത്ത് പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകായിരം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. അപ്പോൾ നമ്മുടെ ചെറുകുടലിനകത്തുള്ള പോഷക ആഗിരണം അതിൻ്റെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്ന ഭാഗം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ലെറ്റിസെല്ല്, വില്ലസുകൾ, ഡെൻഡെയിൻ, ആൽവിയോലസുകൾ. ഏതാണ്ട നമ്മൾ പറയും വിരലുകൾ പോലെ, നമ്മളെ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗം എന്താ? ഏകദേശം ഇങ്ങനെ അതിൻ്റെ പിക്ചറൊക്കെ വരുന്നത് നമ്മൾ സ്കൂൾ ടെസ്റ്റിലൊക്കെ ഉള്ളതാണ്. ഏതാണ് നമ്മുടെ 64 ഓപ്ഷൻ ബി ആണ്. ഏതാണ്ട വില്ലസുകളാണ്. ഓക്കെ, അടുത്ത 65. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതെന്നാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. വൃക്കസിരയാണോ, അതോ മഹാസിരയാണോ, വൃക്കധമനിയാണോ, ഊർധ്വമഹാസിരയാണോ? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? നമ്മുടെ വൃക്കധമനിയാണ്. അപ്പോൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്ട? വൃക്കധമനിയാണ്. ഓക്കെ, അടുത്ത നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന രോഗമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. വായിക്കാം. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഓക്കെ, വായിക്കാം. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അപ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് നിശാന്തത കാരണമാവുന്നത്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അപ്പോൾ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. നമുക്ക് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ശരിയാണോടാ? അത് തെറ്റാണ്. സിറോഫ്താൽമിയ കാരണം അതല്ല. സിറോഫ്താൽമിയ നമ്മുടെ വൈറ്റമിൻ എ കുറയുമ്പോൾ നമ്മുടെ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നു. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമല്ല സിറോഫ്താൽമിയ. നമ്മുടെ വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലം നേത്രാവരണവും കോർണിയ വരണ്ടു പോകുന്നു. അതുവഴി കോർണിയ അതാര്യമാകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. വിറ്റമിൻ ബിയുടെ കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. തെറ്റാണ്. വിറ്റമിൻ ബിയുടെ കുറവ് മൂലമല്ല, വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയാണ്. നമ്മുടെ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അടുത്ത കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ശരിയാണ്. നമ്മുടെ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 66ാമത്തെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഏതൊരു ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതെന്നാണ് പറഞ്ഞേക്കുന്നത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. ഫംജയാണോ, പ്രൊട്ടിസ്റ്റയാണോ, മൊനീറയാണോ, അതോ യൂക്കാരിയാണോ? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഓപ്ഷൻ സി മൊനീറയാണ്. ഓപ്ഷൻ സി മൊനീറ. അടുത്ത ചോദ്യം ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്? ഓക്കെ, അപ്പോൾ ഭീമാകാരത്വം ഒരു അസുഖമാണ്. അത് ഏതോ ഒരു ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ വഴി നമുക്ക് ഉണ്ടാവുന്നതാണ്. നോക്കാം നമുക്ക്. വാസോപ്രസിനാണോ, തൈറോക്സിനാണോ, അഡ്രിനാലിനാണോ, സൊമാറ്റോട്രോഫിനാണോ? ഏതാണ്ട് ഓപ്ഷൻ വരുന്നത്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സൊമാറ്റോട്രോപ്പിനാണ്. നമ്മുടെ പീറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കൂടുമ്പോഴാണ് ഭീമാകാരത്വം, കുറയുമ്പോൾ വാമനത്വം ഒക്കെ വരുന്നത്. ഓക്കെ, അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. നമ്മുടെ കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തണം. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, കോശ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമാണ്. അടുത്തത്, ഗ്ലൈക്കോസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അടുത്തത്, ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനയാണ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അവിടെ കോശ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. ശരിയാണ്. ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നു. തെറ്റാണ്. രണ്ടാം ഘട്ടം എവിടെയാണ്? അത് മൈറ്റോകോൺട്രിയയിലാണ്. രണ്ടാം ഘട്ടം മൈറ്റോകോൺട്രിയയിലാണ് വെച്ച് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യഘട്ടം കോശദ്രവ്യത്തിലാണ്. രണ്ടാം ഘട്ടം എവിടെയാണ്? അത് മൈറ്റോകോൺട്രിയയിലാണ്, റൈബോസോമിൽ വെച്ച് അല്ല. അടുത്തത്,
ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോസിസ്. രണ്ടാം ഘട്ടം ഏതാണ്ട ക്രബ്സ് ആണ്. രണ്ടാം ഘട്ടം ക്രബ്സ് പരിവർത്തി. രണ്ടാം ഘട്ടം ക്രബ്സ് പരിവർത്തി. രണ്ടാം ഘട്ടം ക്രബ്സ് പരിവർത്തി. ഒന്നാം ഘട്ടം ഗ്ലൈക്കോസിസ്. ഗ്ലൈക്കോസിസിന് എന്താണ്ട ഓക്സിജൻ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ആവശ്യമാണ്. തെറ്റാണ്, ഓക്സിജൻ വേണ്ട. നമ്മുടെ ഗ്ലൈക്കോസിസ് എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിന് എന്താണ് ഓക്സിജൻ ആവശ്യമില്ല. ക്രബ്സ് പരിവർത്തി എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ഒന്നാം ഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിജൻ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഗ്ലൈക്കോസിസിൻ്റെ ഫലമായി എന്താണ്ട 28 ATP തന്മാത്രകൾ ഉണ്ടാവും. തെറ്റാണ്. ഓക്കെ, ഗ്ലൈക്കോസിൻ്റെ ഫലമായി 2 ATP തന്മാത്രകളാണ് ഉണ്ടാവുന്നത്. ഈ 28 ATP എങ്ങനെയുണ്ടാ ക്രബ്സ് പരിവർത്തിയിലാണ് ഉണ്ടാവുന്നത്, 28 ATP. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്ത ഗ്ലൈക്കോസിസിൽ എന്താണ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ശരിയാണ്. അതായത് ഗ്ലൈക്കോസിസിൽ എന്താണ്ട അത് ഗ്ലൈക്കോസിസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ എന്താണ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആവുന്നു. ക്രബ്സ് പരിവൃത്തിയിൽ എന്താണ്ട ഈ പൈറുവിക് ആസിഡ് ജലവും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ്ടോ ശരി? നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയുള്ളൂ. ബാക്കി 1, 2, 3 തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി. ഓക്കെ, 4 മാത്രം ശരി. അപ്പോൾ 69 ഏതാണ്ട് ഓപ്ഷൻ ഡി 4 മാത്രം ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ കോശ ശ്വസനം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോശത്തിൽ വെച്ച് എന്താണ് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം. 2 ഘട്ടങ്ങളുണ്ട്, ഗ്ലൈക്കോസിസും ക്രബ്സ് പരിവർത്തി. ഗ്ലൈക്കോസിസ് എവിടെയാണ്? കോശദ്രവ്യത്തിലും. ക്രബ്സ് പരിവർത്തി മൈറ്റോകോൺട്രിയയിലും വെച്ച് നടക്കുന്നു. നമ്മുടെ ഗ്ലൈക്കോസിസിന് 2 ATP തന്മാത്രയാണെങ്കിൽ ക്രബ്സ് പരിവർത്തിയിൽ 28 ATP തന്മാത്രകൾ, മൊത്തം 30 ATP തന്മാത്രകൾ ഉണ്ടാവുന്നു. എത്രയേ ഉള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ക്രബ്സ് പരിവർത്തിയിൽ ഈ പൈറുവിക് ആസിഡ് വീണ്ടും എന്താണ് ജലവും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ, സെറ്റാണ്. അപ്പോൾ 69 സെറ്റാണ്. ഓക്കെ, അടുത്ത എന്താണ്ട വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അപ്പോൾ നമ്മുടെ വിട്രിയസ് എന്ന് പറയുന്ന ദ്രവം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ നോക്കാം. ശ്വാസകോശം, കണ്ണ്, ചെവി, വൃക്ക. ഏതാണ്ടാ വിട്രിയസ് എന്ന ദ്രവം ഏതാണ്? നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിട്രിയസ് അക്വസ് ദ്രവം. ഓക്കെ, വിട്രിയസും അക്വസ് ദ്രവവും ഒക്കെ എവിടെയാണ്? നമ്മുടെ കണ്ണിലാണ്. ഓക്കെ, അടുത്ത 71ാമത്തെ ചോദ്യം ഒരു ഊർജ്ജ പരിവർത്തനമാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണെന്നാണ് ചോദ്യം. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം എന്താണ്ട സൗരോർജ്ജമായി മാറുന്നു. അപ്പോൾ ഏതാണ്ട നമ്മുടെ ജനറേറ്ററിൽ എന്താണ് നടക്കുന്നത്? ജനറേറ്ററിൽ എന്താണ്ട നമ്മുടെ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം എന്താണ്ട വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. കാർബൈഡ് ആണോ? സമ്പുഷ്ട യുറേനിയം ആണോ? ഹൈഡ്രജൻ ആണോ? തോറിയമാണോ? ഏതാണ്ട നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്ട സമ്പുഷ്ട യുറേനിയമാണ്. ഏതാണ്ട് നമ്മുടെ സമ്പുഷ്ട യുറേനിയമാണ്. അടുത്ത ചോദ്യം വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാൽ ഗതികോർജ്ജം എത്രയാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ എന്താണ്ട ഗതികോർജ്ജം എത്രയാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമ്മുടെ നമ്മളെ പഴയ സ്കൂൾ ടെസ്റ്റിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഒരു നിശ്ചിത പോർഷനിൽ വരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ എടുത്ത് ചോദിച്ചേക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാൽ ഗതികോർജ്ജം എന്താകും, അതായത് എത്ര മടങ്ങാവോ, അത് പകുതിയാവോ, എന്താണെന്ന് നോക്കാം. 2 മടങ്ങാകും, പകുതിയാകും, 4/1 4 മടങ്ങാകും. ആൻസർ അത് 4 മടങ്ങാകും. ഓക്കെ, അപ്പം നമ്മുടെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എന്താവൂടാ, അത് 4 മടങ്ങായിട്ടാണ് മാറുന്നത്. അടുത്ത കൂട്ടത്തിൽപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഏതോ ഒന്ന് ഇതിൽ ഒറ്റയാന കണ്ടെത്തുക. അത് തന്നെയാണ് പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്? പ്രവേഗമാണോ, ത്വരണമാണോ, വേഗമാണോ, സ്ഥാനാന്തരമാണോ? കൂട്ടത്തിൽപ്പെടാത്തത്? വേഗമാണ്. വേഗം ഒരു അതിശ അളവാണ്. വേഗം എന്താണ്? ഒരു അതിശ അളവ്. നമ്മുടെ ഈ 3 അതൊരു സദിശ അളവാണ്. ഒരു സദിശ അളവാണ്. ഓക്കെ, സെറ്റാണ്. അടുത്ത അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഈസി ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. ലാക്ടോമീറ്റർ ആണോ? ബാരോമീറ്റർ ആണോ? തെർമോമീറ്റർ ആണോ? ഹൈഡ്രോമീറ്റർ ആണോ? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നമ്മുടെ ബാരോമീറ്റർ ആണ്. നമ്മുടെ ബാരോമീറ്റർ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്തതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വച്ചു. ഇലക്ട്രോണിനെ കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ന്യൂട്രോണിനെ കണ്ടെത്തി. അപ്പോൾ ഇതിൽ പറയുന്ന ഏത് പ്രസ്താവനയാണ്ടാ, ഏത് ഓപ്ഷനാണ്ടാ നമ്മുടെ ജെ തോംസണുമായിട്ട് ബന്ധമില്ലാത്തത്? പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ശരിയാണ്, അദ്ദേഹം പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോണിനെ കണ്ടെത്തിയ അദ്ദേഹമാണ്.
ഡിസ്ചാർജ് ട്യൂബ് എന്താണ് ജെ തോമസ് നടത്തിയിട്ടുണ്ട്. എടാ ന്യൂട്രോണിനെ കണ്ടെത്തിയ അദ്ദേഹമാണോ? അല്ല. ന്യൂട്രോണിനെ കണ്ടെത്തിയ ആരാണ്ട? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഓക്കെ, ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്ട? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 76 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 77ാമത്, റബ്ബറിൻ്റെ മോണോമർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നിയാപ്രിൻ ആണോ, അതോ ഐസോപ്രിൻ ആണോ, ബ്യൂണ എസ് ആണോ, ബ്യൂണ എൻ ആണോ? ഏതാണ്ട റബ്ബറിൻ്റെ മോണോമർ ഏതാണ്ട? ഐസോപ്രിൻ ആണ്. ഏതാണ്? അപ്പോൾ 77ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്ട്? ഐസോപ്രിൻ. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്ട? അത് ഐസോപ്രിൻ ആണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗോൾഡൻ സ്റ്റൈൻ ആണോ, വില്യം ക്രൂക്സ് ആണോ, ഹെൻറി ബക്കുറൽ ആണോ, ഹാൻസ് ഗീഗർ ആണോ? നമ്മുടെ പുതിയ സ്കൂൾ ടെസ്റ്റിൽ എന്താണ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി എന്ന് ചോദിച്ച ചോദ്യമാണ്. എന്താണ് നമ്മുടെ അതിലൊരു കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ആ പരീക്ഷണവും കാര്യങ്ങളെല്ലാം നല്ല സ്പെസിഫൈ ചെയ്തൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ എടുത്ത് ചോദിച്ചേക്കുന്നത് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയതാരെന്നാണ്. ഗോൾഡ് സ്റ്റെയിൻ ആണോ, വില്യം ക്രൂക്സ് ആണോ, ഹെൻറി ബക്കുറൽ ആണോ, പിന്നെ ആരാണ്ട? ഹാൻസ് ഗീഗർ ആണോ? ആരാണ്ട റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ആരാണ്ട? നമ്മുടെ ഓപ്ഷൻ സി ഹെൻറി ബക്കുറലാണ്. ഹെൻറി ബക്കുറൽ. അടുത്ത, ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അപ്പോൾ ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സ്വർണ്ണമാണോ, ടിന്നാണോ, ഇരുമ്പാണോ, അലുമിനിയമാണോ? ഇതിൽ ഏതാണ്ട ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത്? സ്വർണ്ണത്തിനാണോ, ടിന്നിനാണോ, ഇരുമ്പിനാണോ, അലുമിനിയത്തിനാണോ? ഇത് നമ്മുടെ പഴയ സ്കൂൾ ടെസ്റ്റിലുള്ളതാണ്. ഏതിനാണ്? നമ്മുടെ ഓപ്ഷൻ ഡി അലുമിനിയത്തിന്. അപ്പോൾ അലുമിനിയത്തിൻ്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത, ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോബാറാണോ, ഐസോട്ടോണാണോ, അതോ ഐസോടോപ്പാണോ, ഉപലോഹങ്ങളാണോ? ഏതാണ്ട ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരും ഉള്ളത്? ഏതാണ്? നമ്മുടെ ഐസോബാറാണ്. അപ്പോൾ ഐസോബാറാണ് എന്താണ്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരും ഉള്ളത്. അടുത്ത എന്താണ്ട്? ഐസോട്ടോണുകൾ എന്താണ്ട? ഒരേ ഇനം ന്യൂട്രോണുകൾ ഉള്ളതാണ് ഐസോട്ടോണുകൾ. ഓക്കെ, അപ്പോൾ എന്താണ്ട? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ. ഐസോബാറിൽ ഒരേ മാസ് നമ്പർ. അപ്പോൾ ഐസോടോപ്പിൽ എന്താണ്? ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും. പിന്നെ എന്താണ്? ഒരേ ഇനം ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ എന്താണ്ട്? അത് ഐസോട്ടോണുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2024 നടന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ഒക്കെ വരുന്ന അതിനൊക്കെ വേണ്ടി നടത്തിയ 10th പ്രിലിംസ് ഇല്ലായിരുന്നു, അതിൽ ലാബ് അസിസ്റ്റൻ്റ് ഒക്കെ വരുന്ന അതിൻ്റെ പ്രിലിമിനറി എക്സാമിൽ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ്, അതിൽ GK പോർഷനാണ് നമ്മൾ നോക്കിയത്. അതിൽ 2-3 ക്വസ്റ്റ്യൻ മാത്രമേ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിൾ ചോദ്യങ്ങളാണ്. കൂടുതലും നമ്മുടെ SCRT എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിച്ചത്. അപ്പോൾ നമ്മൾ SCRT ഇമ്പോർട്ടൻസ് ഓരോ ചോദ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും SCRT അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഇനി അത് ഫോളോ ചെയ്ത് പോവുക. ഇനി ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, ധാരാളം PYQ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.